പശ്ചാത്തപിച്ചിട്ട് എന്താ അമ്മേ കാര്യം? ചെയ്യുന്ന നേരത്തൊന്നും ആലോചിക്കില്ല. പിന്നീട് അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോഴാണ് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ദുഃഖിക്കുന്നത്. ആദർശ് മാധവിക്ക് മരുന്നെടുത്ത് കൊടുക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു. മാധവി കണ്ണു നിറച്ച് കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. 55 വയസ്സായപ്പോൾ ഈ അവസ്ഥയിലായി എൻ്റെ അമ്മ. ആദർശ് തികട്ടി വന്ന സങ്കടത്തോടെ പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കൂ. ഈ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. ഞാൻ പോയാലും നീ ഒറ്റയ്ക്കാകാൻ പാടില്ല മോനെ. അതുകൊണ്ട് നീ ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കണം. മതി, നിർത്ത്. ഇനി ഈ കാര്യം എന്നോട് പറയരുത്. എനിക്കിനിയൊരു വിവാഹം വേണ്ട. ആദർശ് തീർത്ത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അമ്മ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ചുകൂടി വർക്കുണ്ട്. മാധവിയെ നേരെ പുതപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആദർശ് മുറിക്ക് പുറത്തേക്കിറങ്ങി. തൻ്റെ റൂമിലെത്തിയ അവൻ മേശ വലിച്ചു തുറന്ന് അതിൽ നിന്നും വിച്ചുവിൻ്റെയും അവൻ്റെയും വിവാഹ ഫോട്ടോ എടുത്തു. നഷ്ടപ്പെട്ടിട്ടും മറ്റൊരാളുടേതായിട്ടും എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ലല്ലോ വിച്ചു. നഷ്ടപ്പെടുമ്പോഴാണ് ഒന്നിൻ്റെ വില അറിയുന്നത്. നിനക്ക് പകരം മറ്റൊരാൾ, അതത്ര എളുപ്പമല്ലല്ലോ. അവളുടെ ഫോട്ടോയിൽ തലോടിക്കൊണ്ട് അവൻ സ്വയം പറഞ്ഞു. ഇറങ്ങാം. ഓഫീസിൽ പോകാനിറങ്ങിയ വിച്ചുവിനെ നോക്കി ശ്രീ പറഞ്ഞു. മോനെ ഡേ കെയറിൽ വിടണ്ട ശ്രീ. അവനെ ഞാൻ നോക്കിക്കോളാം. അവൻ കുഞ്ഞല്ലേ. ഇപ്പോൾ അവനെ നോക്കാൻ ഞാനുണ്ടല്ലോ. ആരുടനെ ചേർത്ത് പിടിച്ച് വിച്ചു പറഞ്ഞു. അത് വേണ്ട വിച്ചു. ഓഫീസിൽ ജോലിയും മോനെയും കൂടി മാനേജ് ചെയ്യാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് പറ്റും. എൻ്റെ മോനെ നോക്കാൻ ഞാനുണ്ട്. നോക്കാൻ ആരുമില്ലാത്ത തിരക്കുകളിൽപ്പെട്ട അച്ഛനും അമ്മയും മക്കളെ ഏൽപ്പിച്ചു പോകുന്ന സ്ഥലമാണ് അത്. എൻ്റെ മോനെ നോക്കാൻ ഇപ്പോൾ അവൻ്റെ അമ്മയായി ഞാനുണ്ട്. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാനാരാ പറയാൻ. ശ്രീ താല്പര്യമില്ലാത്തതുപോലെ വണ്ടിയിൽ കയറിയിരുന്നു. വിച്ചു ആരൂട്ടനെയും കൊണ്ട് കയറി. സുധയമ്മ വിളിച്ചതാ മോനെ അവിടെ കൊണ്ടുവിടാൻ. അവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. അമ്മയ്ക്ക് ഇപ്പം തന്നെ ജോലി കൂടുതലല്ലേ ശ്രീ. അരുണിയെ അനുചേച്ചിയെ നോക്കണ്ടേ. അതിനിടയ്ക്ക് മോനെ കൂടി നോക്കുന്നത് ബുദ്ധിമുട്ടാവും. വിച്ചു പറഞ്ഞപ്പോഴാണ് ശ്രീക്ക് അത് ഓർമ്മ വന്നത്. 3 വയസ്സ് തികയുമ്പോൾ മോനെ പ്ലേ സ്കൂളിൽ വിടാം. 3 വയസ്സാകാൻ ഇനിയും സമയമുണ്ട്. തൽക്കാലം എൻ്റെ മോനെ ഒരിടത്തും വിടുന്നില്ല. വിച്ച് ചുണ്ടുകൂട്ടിയിരുന്നതും ശ്രീ ചിരിച്ചുപോയി. എൻ്റെ അമ്മോ, ഞാനൊരു ടേപ്പെടുത്ത് ചുറ്റി വെക്കാൻ രണ്ടിനെയും. അപ്പോൾ പിന്നെ അകന്നിരിക്കില്ലല്ലോ. ശ്രീ കളിയാക്കിയപ്പോൾ വിച്ചു അവനെ കലിപ്പിച്ചു നോക്കി. മോൻ കളിയാക്കാതെ വണ്ടിയെടുക്കും അല്ലേ വാവേ? ആരൂട്ടൻ്റെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു. ആരൂട്ടൻ തലയാട്ടി അവളോട് ഒട്ടിച്ചേർന്നിരുന്നു. തള്ളയും മോനും കണക്കാം. ശ്രീ പിറുപിറുത്തുകൊണ്ട് വണ്ടിയെടുത്തു. ഇതെന്തിനാ മോളെ ഇപ്പോൾ എടുത്തു നോക്കുന്നേ? ശ്രീയുടെയും സ്വാതിയുടെയും വിവാഹ ആൽബം എടുത്തു നോക്കുന്ന വിച്ചുവിനോടായി മധുരിമ ചോദിച്ചു. വെറുതെ. ആരൂട്ടിനെ മടിയിലിരുത്തി സ്വാതിയുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ച് വിച്ചു അവനോടായി ഓരോന്ന് പറയുന്നുമുണ്ട്. ഇന്നലെ വരെ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് പറഞ്ഞു നടന്നോളാം. ഇപ്പം എന്തു പറ്റി ആരുവിനോട് അവൻ്റെ അമ്മ സ്വാതി എന്ന് പറഞ്ഞു കൊടുക്കുന്നത്? മധുരിമയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. സത്യം അതല്ലേ അമ്മേ. അവൻ്റെ പോറ്റമ്മയാണെന്ന് എന്നേലും അവൻ തിരിച്ചറിയുമ്പോൾ ഞാൻ ഒരിക്കലും അവൻ്റെ പെറ്റമ്മയെ അവനിൽ നിന്നും അകറ്റിയെന്ന് അവന് തോന്നരുത്. കാലം പഴയതുപോലെയല്ല. കുഞ്ഞുങ്ങളുടെ തിരിച്ചറിവ് വേഗത്തിലാണ്. അത് അന്നേരമല്ലേ മോളെ. ഇപ്പം അവൻ കുഞ്ഞല്ലേ. നീ അവൻ്റെ അമ്മയല്ലെന്ന് പറഞ്ഞു കൊടുത്താലും തിരിച്ചറിവ് വരും വരെ അവൻ്റെ അമ്മ നീ തന്നെയായിരിക്കും അവൻ്റെ മനസ്സിൽ. കുഞ്ഞു മനസ്സിനെ വേദനിപ്പിക്കാനേ അതിടവരുത്തു. ഇവൾക്ക് ഭ്രാന്താമേ, ഒരുതരം മനോവൈകല്യം. ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ ഉടനെ അത് മനസ്സിലിട്ട് നീറ്റിക്കഴിയുന്ന അസുഖം. ശ്രീ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ വരുമ്പോൾ മധുരിമ കാര്യമറിയാതെ അവനെ നോക്കി. വിച്ചു അവനെ ദഹിപ്പിച്ച് നോക്കുന്നുമുണ്ട്. എന്താടാ കാര്യം? ഇന്ന് മോനെ ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ ആ സ്നേഹം ഓരോന്ന് കുത്തി പറഞ്ഞു. സ്വാതി ജീവിച്ചിരുന്നുവെങ്കിൽ നീ ഇപ്പം മോനെയും കൊണ്ട് ഇങ്ങനെ നടക്കുമോ? എത്രയൊക്കെ നീ സ്നേഹിച്ചാലും പെറ്റമ്മയെ തിരിച്ചറിയുന്ന കാലത്ത് ആരും നിന്നോട് അകലുക തന്നെ ചെയ്യുമെന്നും മോനെ സ്വാതിയിൽ നിന്ന് അകറ്റിയ അവളുടെ ആത്മാവ് വേദനിക്കുമെന്നും ഒക്കെ അവൾ പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ്. എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കണ്ടേ? ഇപ്പോഴേ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്താൽ അവനെന്ത് തിരിച്ചറിയാനുള്ള ബുദ്ധിയായിട്ടില്ലെന്ന് ഈ ബുദ്ധിയില്ലാത്തവരുടെ അമ്മയൊന്ന് പറഞ്ഞു കൊടുക്കുക. ശ്രീ അത്രയും പറഞ്ഞുകൊണ്ട് ആരൂട്ടിനെയും തൂക്കിയെടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. മോനെ എവിടെ കൊണ്ടുപോവാ? വിച്ചു ചോദിച്ചു. ഇവൻ ഇനി നിന്റെ അടുത്തിരുന്ന നിന്റെ വട്ട അവനൂടി വരും. ശ്രീ ചവിട്ടിത്തുള്ളി മോനെയും കൊണ്ട് പറമ്പിലേക്കിറങ്ങി. എൻ്റെ കുഞ്ഞെ, ആരേലും എന്തേലും പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ സീരിയസ് ആയി എടുക്കാതെ. അതല്ലമ്മേ, സ്നേഹ പറഞ്ഞ സത്യമല്ലേ. സ്വാതിയുടെ ശരീരമേ ഇവിടെ വിട്ടു പോയിട്ടുള്ളൂ. ആത്മാവ് ഇപ്പോഴും ഇവിടെയുണ്ടെന്ന് അമ്മ തന്നെ പറയാറില്ലേ. അങ്ങനെയുള്ളപ്പോൾ ആരൂട്ടനിൽ ഞാൻ അധികാരം സ്ഥാപിച്ച് അവൻ സ്വാതിയെ മറന്നു പോകുന്നത് പാപമല്ലേ? ഇത് നല്ല ഒന്നാന്തരം വട്ട് തന്നെയാണ്. അവന് തിരിച്ചേറി വരുന്ന സമയത്ത് എല്ലാ കാര്യവും അവനോട് പറഞ്ഞു തന്നെ വളർത്തണം. പക്ഷേ അതിപ്പോൾ അല്ല. 2 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിന് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല.
ഇനി അതോർത്ത് തല പുണ്ണാക്കാതെ എൻ്റെ പൊന്നു മോളെ, മധുരിമ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ഞാനങ്ങോട്ട് ചെല്ലട്ടമ്മേ, അച്ഛനും മോനും മറന്നെന്ന് തോന്നുന്നു. വിച്ചു അതും പറഞ്ഞ് അവർക്ക് പിന്നാലെ നടന്നു. ആരൂട്ടിനെ മാവിൻ്റെ ചെറിയ കൊമ്പിൽ കെട്ടിയിരുന്ന ഊഞ്ഞാലിൽ തൻ്റെ മടിയിലിരുത്തി എന്തൊക്കെയോ പറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീ. ഞാൻ ആട്ടണോ? വിച്ചു പിന്നിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. അയ്യോ വേണ്ട, മുൻപ് ഇവനെയും മടിയിലിരുത്തി ആടണമെന്ന് സ്വാതി പറഞ്ഞത് മാത്രമേ അറിയൂ. മോൻ്റെ തല പൊട്ടാത്തത് ഭാഗ്യം കൊണ്ടാ. അയ്യോ അതെന്തു പറ്റി? അവൾ ആട്ടിയതും ഞാൻ കാല് കുത്തി കൊടുത്തു. നിലത്ത് വീണ് ഞാനും മോനും. അയ്യോ, ഞാൻ വെറുതെ ഇവിടെ ഇരുന്നേ ഉള്ളൂ. അവൾ പോയതിനു ശേഷം ഈ ഊഞ്ഞാലിൽ ഇതുവരെയും ആരും ആടിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഊഞ്ഞാലിലിരുന്ന് അവൾ എന്നെയും പിടിച്ചിരുത്തി ഊഞ്ഞാലിൽ എന്ന കവിത പാടുമായിരുന്നു. എന്നിട്ട് പറയും, അതിലെ കഥാപാത്രങ്ങളെപ്പോലെ വയസ്സാവുമ്പോൾ നമുക്കും വെറ്റില മുറുക്കി തിരുവാതിര രാവിൽ പുലരുവോളം ഇതുപോലെ ഊഞ്ഞാലാടണമെന്ന്. എന്നിട്ട് പാതി വഴിയിൽ ആ ഊഞ്ഞാലിൽ ഞാൻ മാത്രമായി. ശ്രീ നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ വിച്ചുവിൻ്റെ ഉള്ളെവിടെയോ കൊളുത്തി വലിച്ചിരുന്നു. അവൾക്ക് പനി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നും നന്നായി ജീവിക്കുമായിരുന്നു അല്ലേ ശ്രീ? വിച്ചുവിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീ അവളെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്ന് അവന് തോന്നി. എല്ലാം വിധിയല്ലേ വിച്ചു? ആദർശ് നല്ലവനായിരുന്നെങ്കിൽ നിനക്കും അയാൾക്കൊപ്പം നല്ലൊരു ജീവിതം ഉണ്ടാകുമായിരുന്നില്ലേ? അതാണ് പറയുന്നത്. മനുഷ്യൻ ഒന്ന് വിചാരിക്കും, ദൈവം മറ്റൊന്ന് തീരുമാനിക്കും. എൻ്റെ മോൻ അമ്മയായല്ലേ നീ എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇവനില്ലായിരുന്നെങ്കിൽ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമായിരുന്നു. പഴയ പ്രണയത്തെ പൊടി തട്ടിയെടുക്കാൻ നീ ഇതുവരെ ശ്രമിക്കാത്തത് ഞാൻ നിൻ്റെ മനസ്സിൽ ഇന്നും വിദൂരെയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ? ശ്രീയുടെ വാക്കുകളിൽ അവൾ പകച്ചുപോയിരുന്നു. സത്യമാണ്, ഇപ്പോഴും ശ്രീയോട് പൂർണ്ണമായും ഒന്നു ചേരാൻ ഒരു തടസ്സമുള്ളതുപോലെ, ഓർമ്മകൾ വേലി സൃഷ്ടിച്ചതുപോലെ. മറ്റൊരാൾക്ക് സ്വന്തമായതുകൊണ്ടാവാം അർഹതയില്ലാത്തത് തട്ടിയെടുത്ത പോലെയാണ് എപ്പോഴും മനസ്സിൻ്റെ ചിന്ത. വിട്ടുകൊടുക്കുന്നതും പ്രണയമാണെന്ന് പറയാറുണ്ട്. താനല്ലേ വിട്ടുകൊടുത്തത്? ബാല്യം മുതൽ ശ്രീയെ പ്രണയിച്ച സ്വാതിയുടേതാണോ അതോ 4 വർഷങ്ങൾ മാത്രം തോന്നിയ തുറന്നു പറയാത്ത തൻ്റെ പ്രണയത്തിൻ്റെ തട്ടിനാണോ തൂക്കം കൂടുതൽ എന്നളന്നു പോകുന്നുണ്ട്. തന്നെ പ്രണയിച്ച സ്ത്രീക്ക് വേഗം തന്നെ മറക്കാനും സ്വാതിയെ പ്രണയിക്കാനും എത്ര വേഗം കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അവനോട് ദേഷ്യം തോന്നുന്നു. പരസ്പരം പ്രണയിക്കുന്നു എന്നറിഞ്ഞിട്ടും താൻ പ്രണയിക്കുന്ന ആളിൻ്റെ മനസ്സിൽ മറ്റൊരാളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും തൻ്റെ പ്രണയം നേടിയെടുത്ത സ്വാതിയുടെ ഭാഗത്താണോ ന്യായവും എന്നോർക്കും. ഇത്തരം ചിന്തകൾ മനസ്സിനെ കീഴടക്കുമ്പോൾ അകലാനോ അടുക്കാനോ കഴിയാത്ത വിധം മനസ്സ് ചാഞ്ചാടിപ്പോകും. നീ എന്താ ആലോചിക്കുന്നത്? ശ്രീ ചോദിച്ചപ്പോഴാണ് വിച്ചു ചിന്തകളിൽ നിന്നും ഉണർന്നത്. എൻ്റെ പക്കലൊരു മറുപടി ഇല്ല ശ്രീ, കാത്തിരിക്കണമെന്ന് വാക്ക് മാത്രമേ ഉള്ളൂ. അത്രയും പറഞ്ഞ് വിച്ചു തിരിഞ്ഞു നടന്നിരുന്നു. കാട്ടുകാരച്ചെടിയുടെ നീണ്ട് കൂർത്ത ഒരു മുള്ള് വിച്ചുവിൻ്റെ കാൽപാദത്തിൽ കുത്തിക്കയറിയിരുന്നു. വിച്ചു കാലുയർത്തിപ്പിടിച്ച് വിളിച്ചു പോയിരുന്നു. ശ്രീ മോനെയും എടുത്ത് അടുത്തേക്ക് വന്നപ്പോൾ വിച്ചു മുള്ളു ഊരി മാറ്റി കാലിൽ അമർത്തിപ്പിടിച്ച് രക്തം കളഞ്ഞിരുന്നു. ഇതെന്തു പറ്റിയത് വിച്ചു? ഒന്നുമില്ല, മുള്ളു കൊണ്ടതാ. ശ്രീ മോനെ നിലത്ത് നിർത്തി അവളുടെ കാലിലേക്ക് നോക്കി. മുള്ളു തന്നെയാണോ കൊണ്ടത്? ഇപ്പുറത്തുകൂടി മുറിവുണ്ടല്ലോ. ശ്രീ പേടിയോടെ ചോദിച്ചപ്പോൾ വിച്ചുവും പകച്ചുപോയി. ആരൂട്ടൻ പേടിയോടെ സ്ത്രീയെ തട്ടിവിളിച്ച് കൈ ചൂണ്ടിയിടത്തേക്ക് നോക്കിയ സ്ത്രീ പകപ്പോടെ നോക്കി. ധൃതിയിൽ എഴിഞ്ഞു പോകുന്ന ഒരിനം പാമ്പ്. ചതിച്ചല്ലോ ഈശ്വര, മുള്ളല്ല വിച്ചു, അതൊരു പാമ്പ് കൊത്തിയത് തന്നെയാ. വാ വേഗം ഹോസ്പിറ്റലിൽ പോവാം. അമ്മേ ഓടിവാ അമ്മേ. ശ്രീ ഉറക്ക വിളിച്ചതും ഉമ്മറത്തു നിന്നും മധുരിമ ഓടി വന്നിരുന്നു. അമ്മേ, പാമ്പ് കൊത്തിയെന്ന് തോന്നുന്നു. അമ്മ മോനെ എടുക്ക്, ഞാൻ വിച്ചുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകട്ടെ. നീല നിറമാകാൻ തുടങ്ങിയ കാലിൽ മുണ്ടിൻ്റെ കോന്തല വലിച്ചു കയറി കെട്ടിക്കൊണ്ട് ശ്രീ അവളെ കൈകളിൽ കോരിയെടുത്തു. ഈശ്വര, വേഗം കൊണ്ടുപോടാ എൻ്റെ മോള്. മധുരിമ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞപ്പോൾ ആരൂട്ടനും കരഞ്ഞു തുടങ്ങിയിരുന്നു. ശ്രീ വേഗം അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ തിരിച്ചപ്പോൾ മധുരിമ വിധുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. വീട്ടിൽ പറയാതെ ആദിയോട് മാത്രം കാര്യം പറഞ്ഞ് അവനെയും കൂട്ടി വിധു ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വിച്ചുവിൻ്റെ മേലാകെ തളരുകയും അവൾ നന്നായി വിയർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അവർ അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ആംബുലൻസിലായിരുന്നു കൊണ്ടുപോയത്. ഇതുപോലൊരു ദിവസം വീണ്ടും ശ്രീയുടെ ഓർമ്മയിലേക്ക് കടന്നു വന്നതും ശ്രീ വിച്ചുവിൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു. ചതിക്കല്ലേ ദൈവമേ, ആ നശിച്ച ദിവസത്തെ പോലെ എന്നെ വേദനിപ്പിക്കല്ലേ.
എൻ്റെ വിച്ചുവിനെ എനിക്ക് തിരിച്ചു തരണേ. ശ്രീ അവളുടെ കയ്യിൽ മുഖം ചേർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വിച്ചുവിനെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ വിധുവിൻ്റെ സമനില തെറ്റിയിരുന്നു. ശരീരം തളരുന്നതുപോലെ തോന്നിയ വിധുവിനെ പിന്നിലിരുത്തി ആദിയാണ് പിന്നീട് ബൈക്ക് ഓടിച്ചത്. കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയോ മോനെ? അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ തളർന്നിരിക്കുന്ന സ്ത്രീയെ നോക്കി അടുത്തിരുന്ന പ്രായമുള്ള ഒരാൾ ചോദിച്ചു. അന്നേരം അത് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് എത്തിച്ചിട്ടും വിഷം മുകളിലേക്ക് കയറിയെങ്കിൽ കൂടിയതിനും വിഷമുള്ള പാമ്പായിരിക്കും. സർപ്പകോപം വലുതും ആവും ഇനി. അയാളുടെ വാക്കുകൾ കേട്ട് സ്ത്രീ നിർജീവമായിരുന്നു. വിസ്മയുടെ ബൈസ്റ്റാൻഡർ ഉണ്ടോ ഇവിടെ? ഐസിയുവിൽ നിന്ന് നേഴ്സ് പുറത്തേക്കിറങ്ങി ചോദിച്ചപ്പോൾ സ്ത്രീ പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് അടുത്തേക്ക് പോയി. ഞാൻ വിസ്മയുടെ ഹസ്ബൻഡാണ്. ദാ ഈ ബ്ലഡ് സാമ്പിൾസ് ലാബിൽ കൊണ്ട് കൊടുക്കണം. എന്നിട്ട് റിപ്പോർട്ടാകുമ്പോൾ വാങ്ങിക്കൊണ്ട് വരികയും വേണം. ഈ ബ്ലൂ ക്യാപ്പുള്ള ട്യൂബ് ബ്ലഡ് ബാങ്കിൽ കൊടുക്കാനുള്ളതാണ്. ബാക്കിയുള്ളത് ലാബിലും. സ്ത്രീയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നേഴ്സ് അകത്തേക്ക് കയറിപ്പോയി. ഈ സാമ്പിൾസുമായി സ്ത്രീ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ഇവിടെ ഇങ്ങനെ തന്നെയാണ് മോനെ. മെഡിക്കൽ കോളേജാണെന്ന പേര് മാത്രമേ ഉള്ളൂ. ഇതുപോലെ 16 പ്രാവശ്യം കൂടെ നിൽക്കുന്നവരെ ഓടിക്കും. ലാബൊക്കെ കണ്ടുപിടിച്ച് അങ്ങ് എത്തുമ്പോൾ നമ്മൾ ചാകാറാവും. അകത്തും പുറത്തുപോയി 2-3 പേരുണ്ടെങ്കിൽ ഇവിടെ കാര്യം നടക്കും. സെക്യൂരിറ്റിയോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. മോൻ പോയിട്ട് വാ, ഇല്ലെങ്കിൽ റിപ്പോർട്ട് വൈകും. അയാൾ പറഞ്ഞപ്പോൾ സ്ത്രീ തിരക്കേറിയ വരാന്തയിലൂടെ നടന്നു. ആകെ തളർന്നിരുന്ന അവന് വഴി പോലും നിശ്ചയമില്ലായിരുന്നു. ഈ സമയമാണ് സ്ത്രീയുടെ ഫോണിൽ വിധുവിൻ്റെ കോള് വന്നത്. ആശ്വാസത്തോടെ അവൻ ഫോൺ എടുത്ത് സംസാരിച്ച് നടന്നപ്പോൾ അകത്തേക്ക് വിടുന്ന വാതിലിൻ്റെ അവിടെ ആദിയും വിധുവും എത്തിയിരുന്നു. ആദിയാണ് പിന്നെ സാമ്പിള് കൊണ്ട കൊടുത്തത്. പോലീസ് ആയതുകൊണ്ടാണ് സെക്യൂരിറ്റി വിധുവിനെ കൂട്ടി അകത്തേക്ക് വിട്ടത്. വിച്ചു, അവൾക്ക് എങ്ങനെയുണ്ട് ശ്രീ? വേദനയോടെ വിധു ചോദിക്കുമ്പോൾ ശ്രീ അവൻ്റെ ചുമലിൽ മുഖം ചേർത്ത് ചായാൻ ഒരു ചുമല് കിട്ടിയതുപോലെ കരഞ്ഞു പോയിരുന്നു. ആൻറ്റിവനും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. 18 മണിക്കൂർ കഴിയാതൊന്നും പറയാനാകില്ല. അന്നേരത്തെ അവസ്ഥയിൽ ഏത് പാമ്പാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയതുമില്ല. എനിക്കാകെ തളർന്നു പോലെ വിധുവേട്ടാ. മുൻപ് ഇതുപോലെ ഞാൻ ഐസുവിൻ്റെ മുൻപിൽ. അന്ന് സ്വാതിയായിരുന്നെങ്കിൽ ഇന്ന് വിച്ചു. സ്ത്രീ പൊട്ടിക്കരഞ്ഞു പോയപ്പോൾ നെഞ്ചിലൊരാളുണ്ടായത് മറച്ചു വെച്ച് വിധു അവനെ സമാധാനിപ്പിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു ശ്രീ? വിധുവിൻ്റെ ചോദ്യത്തിന് ശ്രീ നടന്നതെല്ലാം പറഞ്ഞു. പറമ്പിൽ അതിനു മുമ്പ് ചേരയോ കൊമ്പേറിയോ ആണ് കാണാറ്. പക്ഷെ ഇത് മുള്ളുകൊണ്ടെന്ന് പറഞ്ഞ് വിച്ചു നോക്കിയത്. അപ്പോഴാണ് ഒരു പാമ്പ് വേഗത്തിൽ എഴിഞ്ഞു പോകുന്നത് ആരൂട്ടം കാണുന്നത്. അതിൻ്റെ മുതുകിൽ വെള്ള വരയുണ്ടായിരുന്നു. കറുപ്പ് നിറവാണെന്ന് തോന്നുന്നു. എങ്കിൽ അത് ശംഖുവരയനാവും. അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട മക്കളെ. ഡോക്ടർ പറഞ്ഞ സമയം കഴിയുമ്പോൾ മോൻ്റെ പെണ്ണ് കണ്ണു തുറക്കും. ഉടനെ എത്തിച്ചില്ലേ, അത് തന്നെ ഭാഗ്യം. നേരത്തെ ശ്രീയുടെ കൂടെ സംസാരിച്ചയാൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ശ്രീയും വിധുവും ആശ്വാസത്തോടെ അയാളെ നോക്കി. ആദിയെ അകത്തേക്ക് വിട്ടിരുന്നില്ല. താൻ പുറത്തുണ്ടാകുമെന്നും വിളിക്കണമെന്നും ആദി വിധുവിനെ വിളിച്ചു പറഞ്ഞിരുന്നു. ചന്ദ്രോത്ത് മധുരിമ മോനെയും കൊണ്ടെത്തിയപ്പോൾ അവിടെ സുധയാകെ കരച്ചിലും ബഹളവുമായിരുന്നു. അരുണിയും അനുവും കൂടി ഒരു വിധത്തിലാണ് സമാധാനിപ്പിച്ചിരുത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ശ്രീ വിളിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിച്ചുവിനെ കാണണമെന്നായിരുന്നു. ഒരുപാട് പേരെ അനുവദിക്കില്ലെന്നും വാർഡിൽ മാറ്റുമ്പോൾ കാണാമെന്നും പറഞ്ഞ് ശ്രീ ഫോൺ വെച്ചു. ആദ്യമൊക്കെ എല്ലാവരോടും ഇടങ്ങി നിന്നെങ്കിലും ആരൂട്ടൻ വിച്ചുവിനെ അന്വേഷിച്ചു തുടങ്ങി. കരച്ചിലിൻ്റെ വക്കോളം എത്തുമ്പോൾ അരുണി അവനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. ശങ്കരൻ ഉള്ളിലെ വെപ്രാളവും വേദനയും പുറത്തു കാണിക്കാതെ ഉമ്മറത്ത് തന്നെ ഇരുന്നു. 2.5 മണിക്കൂറിന് ശേഷം റിപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ആദി വന്നു. റിപ്പോർട്ട് കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവനെ അകത്തേക്ക് വിട്ടു. നേഴ്സിൻ്റെ കയ്യിൽ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വിധു വിച്ചുവിനെ പറ്റി തിരക്കിയിരുന്നു. ഒന്നും പറയാറായിട്ടില്ല എന്ന മറുപടി മാത്രം ലഭിച്ചു. ദാഹവും വിശപ്പുമില്ലാതെ താലി കെട്ടിയവരും കൂടപ്പിറപ്പുകളും അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പുലർച്ചെയാണ് കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയ സ്ത്രീ ഞെട്ടി എഴുന്നേൽക്കുന്നത്. കൺമുന്നിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഒരു രൂപത്തെ കണ്ട് അവൻ വിളറി വെളുത്തു പോയിരുന്നു. സ്വപ്നമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ ഐസിയുവിൻ്റെ മുൻപിലെത്തി. അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് പിന്നെയും വിച്ചുവിനെ പറ്റി തിരക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന മറുപടി മാത്രം. ദേഷ്യവും വേദനയും അവളെ കാണാനാകാത്തതിൻ്റെ വിഷമവും കാരണം സ്ത്രീ നേഴ്സിനോട് തട്ടിക്കയറി. കൊണ്ടുവന്നിട്ട് ഇത്രയും മണിക്കൂറായില്ലേ, എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞുവിടേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ കാണാൻ എന്തെങ്കിലും ഒന്ന് അനുവദിക്കുക. അവൻ്റെ ദേഷ്യവും സങ്കടവും കണ്ട് മനസ്സലിവ് തോന്നിയ നേഴ്സ് നീലക്കോട്ടും മാസ്കും നൽകി അവനെ അകത്തേക്ക് വിട്ടു. ഓക്സിജൻ മാസ്കും ഇട്ട് കണ്ണടച്ച് ബോധമില്ലാതെ തളർന്നു കിടക്കുന്ന വിച്ചുവിനെ കണ്ട് അവൻ്റെ ശരീരം തളർന്നുപോയി. അവളെ തൊടാൻ കൈ ഉയർത്തിയപ്പോൾ നേഴ്സ് അവനെ തടഞ്ഞു. കാണാനേ പറഞ്ഞുള്ളൂ, തൊടാൻ പാടില്ല. കണ്ടല്ലോ പുറത്തേക്ക് പോയെ. വേറെയും രോഗികളുള്ളതാ, ഇൻഫെക്ഷൻ ആവും. സ്ത്രീ ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കി വെളിയിലേക്ക് ഇറങ്ങി. ഇടയ്ക്ക് എപ്പോഴോ മയങ്ങിപ്പോയ വിധു കണ്ണു തുറന്നു നോക്കുമ്പോൾ സ്ത്രീ അരികിലുണ്ടായിരുന്നില്ല.
അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോൾ കണ്ടു ചുവരിൽ മുഖം പൊത്തി നിൽക്കുന്ന ശ്രീയെ. ശ്രീ, എന്താടാ ഇത്? അവളുടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ആകെ മാറിയതുപോലെ. ഏറ്റത് വിഷമല്ലേ ശ്രീ? നീ ഇങ്ങനെ താഴ്ന്നു പോകാതെ. എൻ്റെ അനിയത്തിയാണെങ്കിലും അവൾ എനിക്കെൻ്റെ മോള് തന്നെയാണ്. നിന്നെപ്പോലെ തകർന്നു നിൽക്കുന്നവനാണ് ഞാനും. പക്ഷേ തളർന്നു പോയാൽ പറ്റില്ല ശ്രീ. ഏത് പ്രതിസന്ധിയും നേരിടാനുള്ള മനക്കരുത്തുണ്ടാവണം. അവൾക്കൊന്നുമില്ല. അവനെ ആശ്വസിപ്പിച്ച വിധുവിൻ്റെ ഉള്ളിലെരിയുന്ന നെരിപ്പോട് ആദ്യം മാത്രം തിരിച്ചറിഞ്ഞു. കണ്ട കാലം മുതൽ സ്നേഹവും വാത്സല്യവും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കൂടെ പിറന്നില്ലെങ്കിലും താൻ അവൾക്ക് കൂടെപ്പിറപ്പായിരുന്നു. ആദിയുടെ ഉള്ളും ഒന്ന് പിടഞ്ഞു. വല്യേട്ട എന്ന് വിളിച്ച് പിന്നാലെ വരുന്ന പെണ്ണ് ജോലി കഴിഞ്ഞു വരുമ്പോൾ അവൾക്കായി എന്തെങ്കിലും വാങ്ങി നൽകിയില്ലെങ്കിൽ സമാധാനമുണ്ടാവില്ലായിരുന്നു. അവളെ നഷ്ടപ്പെടാതിരിക്കാൻ അനിയൻ നേരെയാവാൻ പ്രാർത്ഥിച്ചു. അകലേക്ക് പോയിട്ടും ഹൃദയത്തിൽ സൂക്ഷിച്ച ആൽബബന്ധം ഇന്നും അവൾക്ക് താൻ വിധുവിൻ്റെ ഒപ്പമുള്ള സ്ഥാനത്താണ്. ആദി കണ്ണു തുടച്ച് നേരെ ഇരുന്നപ്പോൾ കണ്ടു നിലത്ത് പേപ്പർ വിരിച്ചു കിടക്കുന്ന നേരത്തെ കണ്ടയാളിനെ. ആരാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭാര്യയാണെന്ന്. സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നുപോയി. 3 മക്കളുണ്ടെങ്കിലും ആരും തിരിഞ്ഞു നോക്കില്ല. ആരെയില്ലെങ്കിലും അവൾക്ക് താനുണ്ടെന്ന് ഉറപ്പോടെ പറയുന്ന ആ മനുഷ്യനെ ആദ്യ അത്ഭുതത്തോടെ നോക്കി. ഭാര്യയെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. പല മുഖങ്ങൾ, പല ഭാവങ്ങൾ. വേദനകൾ പുറത്തു കാണിക്കുന്നവർ, വേദനകൾ മറച്ചുവെച്ച് ധൈര്യമുണ്ടെന്ന് കാണിക്കുന്നവർ. നീളൻ വരാന്തയിലെ പലരെയും ആദ്യം നോക്കിയിരുന്നു. പലരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവൻ മാധവിയെ ഓർത്തു. ഉള്ളിൽ എവിടെയോ കുറ്റബോധം പൊന്തിത്തുടങ്ങി. ഒരു മകൻ്റെ കടമ നിറവേറ്റത് പോയോ താൻ? അവൻ അവനോട് തന്നെ ചോദിച്ചുകൊണ്ട് ചുവരിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു.